ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിച്ച് നിൽക്കണ്ട. മടിച്ച് നിന്നാൽ എനിക്ക് നല്ല വിഷമമാവും. കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ നേരെ കമൻറ്റിൽ പറയുക. ഇനി പുതിയ പുതിയ ഐഡിയാസ് ഉണ്ടെങ്കിൽ അതും പറയാം. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് മറക്കണ്ട. നേരെ കാര്യത്തിലോട്ട് വരാം. അപ്പോൾ ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ കുറേ നാളായിട്ട് കുറച്ച് ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്തിട്ട് അപ്പോൾ വിചാരിച്ചു ഒരു നല്ല അടിപൊളി ബോട്ടിൽ ആർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഞാനൊരു ഡോള് ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് ആദ്യം തന്നെ ഞാൻ ഈ ചെയ്തെടുക്കുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് റോസ് ഫ്ലവേഴ്സാണ്. അത് നമ്മൾ ഈ ഒരു ഫ്ലവർ ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ റോസ് ഫ്ലവർ. കുറേ ഫ്ലവേഴ്സ് ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ളതാണെന്ന്. ശരിക്കും ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ളതാണ്. കാരണം നൈറ്റൊക്കെ ഇരുന്നിട്ടാണ് ഈ ഒരു ഫ്ലവർ ഞാൻ കുറേ ചെയ്തെടുത്തത്. നല്ല പാടാണ് ഇത് ചെയ്യാനായിട്ട്, നമ്മൾ വീഡിയോയിൽ കാണും പോലെയൊന്നും അല്ല. അപ്പോൾ ഞാൻ ഇതേപോലെ കുറേ ഫ്ലവേഴ്സ് ചെയ്തെടുത്തു. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഡോളിൻ്റെ ഗൗണ് പോലെ ഈ ഒരു ബോട്ടിലിനെ ആക്കണമെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഫ്ലവറൊക്കെ വെച്ചിട്ട് ഗൗണ് പോലെ ആക്കിയെടുക്കാമെന്നാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഫുള്ളും ആ ഒരു എന്താ പറയുക, നമ്മൾ ആ ഒരു റെഡ് കളറിലെ ഫ്ലവർ തന്നെ ഒട്ടിക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് എന്നെ ചതിച്ചത്. ആ റെഡ് കളർ ഫ്ലവർ തികഞ്ഞില്ല. പിന്നെ പോയി പേപ്പറൊക്കെ മേടിച്ചിട്ട് വന്നിട്ടത് ചെയ്യാമെന്ന് വിചാരിച്ചൊരു മടിയും പിടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ബാലൻസ് വരുന്നതിൽ നമുക്ക്, അതായത് നമ്മൾ ഈ ഒരു സിൻഡ്രലേരൊക്കെ ഡ്രസ്സ് ഉണ്ടല്ലോ, ഫ്രണ്ടിലൊരു ഡിസൈൻ ബാക്കിലോട്ട് വേറൊരു ഡിസൈൻ കളറൊക്കെ പോലെ, അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേറൊരു പേപ്പറിൽ, അതായത് പിങ്ക് കളറിൽ ഫ്ലവേഴ്സ് ചെയ്തിട്ട് ഈ ഒരു പിറകു ഭാഗത്തായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ബോട്ടിൽ റെഡി. ഇതിനൊന്ന് ഡോൾ ആക്കണമെങ്കിൽ നമുക്ക് യഥാർത്ഥ ഡോള് തന്നെ വേണം. അപ്പം നമ്മൾ 30 രൂപയൊക്കെ കൊടുക്കുമ്പം ഈ ഫെദറൊക്കെ വെച്ചിട്ടുള്ള കീ ചെയിൻ കിട്ടും. അത് മേടിച്ചിട്ട് അതിൻ്റെ ഈ ഒരു ഡോളിനെയാണ് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് അവസാന ലുക്ക് ഇതാണ്. അപ്പോൾ ഈ ഒരു ഡോളിനെ കണ്ട ആരെങ്കിലും പറയുമോ ഒരു ബോട്ടിൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണെന്ന്? എനിക്ക് പറയുമെന്ന് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റിൽ പറയാൻ മറക്കരുത്. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.